നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയ വന്നിരിക്കുന്നത്. അതിനുമുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനിയും 6-7 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അതിൽ 2 മാസത്തെ പെൻഷൻ ഈ മാസം 29 തീയതിക്കകം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കും. അതിനാവശ്യമായ ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുകയും അതുപോലെ തന്നെ സർക്കാർ സെസ്സിലൂടെയും മറ്റും പിരിച്ച ഫണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും 29 തീയതിക്കകം തന്നെ എല്ലാ ആളുകൾക്കും 1300 രൂപ വെച്ച് 2 മാസത്തെ പെൻഷൻ, 2600 രൂപയോളം പെൻഷൻ ലഭിക്കും. ബാക്കിയുള്ള കേന്ദ്ര ഫണ്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഏപ്രിൽ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്കായിരിക്കും പെൻഷൻ ലഭിക്കുക. പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തതെന്നുള്ള കാര്യം പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് അതിന് തീരുമാനമുണ്ടാകണം. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല. മസ്റ്ററിംഗ് യഥാസമയം പൂർത്തിയാകാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവിവാഹിതയല്ലാന്നുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ എ സി ഉള്ളത് മൂലം ഒഴിവാക്കപ്പെട്ട ആളുകൾ, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകൾ, 2 ഏക്കറിലും മേലെ ഭൂമിയുള്ള ആളുകൾ, അങ്ങനെ പല ആളുകൾക്കും പെൻഷൻ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ നിഷേധിച്ചിട്ടുള്ള കാരണം പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് പിന്നീടുള്ള പെൻഷൻ ലഭിക്കുക. ഇത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ മാത്രം ചെയ്താൽ മതി. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് അടുത്ത മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത മസ്റ്ററിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതുവരെ അവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നിരുന്നാലും കറക്റ്റായി പെൻഷൻ വരുന്നുണ്ടോ എന്ന അക്കൗണ്ട് ചെക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.